വലിയ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് കർത്താവിലേക്ക് വരാതായിരുന്നു. ടുഡേ വി ആർ ഗോയിങ് ടു പ്രീച്ച് വൈ യു നീഡ് ടു ബി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഓക്കെ, പരിശുദ്ധാത്മ അഭിഷേകത്തെ നിറയുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനമാണ് അതിനെപ്പറ്റി. ഇത് ലാസ്റ്റ് പാർട്ട്. നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ എങ്ങനെ നമുക്ക് നിറയപ്പെടാൻ പറ്റും എന്നൊരു 5-6 സെഷൻ ഓൾറെഡി നമ്മൾ 5 സെഷൻ നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ദിസ് സെഷൻ ഈസ് മലയാളം സെഷൻ. ദർ വിൽ ബി ഇംഗ്ലീഷ് സെഷൻ, സെപ്പറേറ്റ് ഇംഗ്ലീഷ് സെഷൻ ദിസ് വീക്ക്. ഒരു നിനക്ക് പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. The people those who are watching online, they cannot the people they cannot able to follow English or some other language. Heavenly Father, thank you for your opening their heart. Heavenly Father, thank you for your revealing the real meaning what you are talking through me. Heavenly Father, I pray for each and every people, the people those who are watching from all the countries, all the nations. I bless them, Father, in the name of Jesus Christ. Spiritually, in Jesus' name, I bless them. അതേപോലെ തന്നെ കർത്താവ് നീ വചനം ഷെയർ ചെയ്യുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ഇതുവഴി നിറയപ്പെട്ട ഓരോ വ്യക്തിയോർത്ത് കർത്താവെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദിവസം. ഇന്നലെ ഞാൻ കർത്താവിനെ വചനം പ്രസംഗിച്ചത് സസെക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സസെക്സ് കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. SM സോളമൻ, ഫ്രിജിത്ത, ബ്ലസ്സി, ബെക്സി, ഗോഡ് ബ്ലസ് യു. ഓക്കെ, ഇന്നലെ ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിച്ചത് സസെക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കർത്താവ് എല്ലാ സ്ഥലങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ തന്നെ കർത്താവ് പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്നതിന് ഓർത്തെങ്കിൽ നന്ദി പറയാം. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തിഗത കർത്താവിന് സ്തോത്രം. ഇന്ന് ഈ വചനം സംസാരിക്കുന്നതിന് മുമ്പായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ചുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് കർത്താവ് തരുന്നതിനോർത്ത് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പൊ ഇന്ന് സംസാരിക്കുന്ന വെച്ചാല് ഓൾറെഡി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു പരിശുദ്ധാത്മ അഭിഷേകം ഇങ്ങനെ നമുക്ക് പ്രാപിക്കാനായിട്ട് പറ്റും. അത് ജസ്റ്റ് ഒന്ന് എൻ്റെ ഹെഡിങ് മാത്രം എന്ന് പറയുന്നത് ഓൾറെഡി പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി 1st, 2nd, 3rd, 4th, 5th പാർട്ട് ഓൾറെഡി നമുക്കറിയാം ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ സംസാരിച്ചത് ഹൗ ക്യാൻ ബി ഫിൽഡ് വിത്ത് അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതിൽ നമ്മൾ ഓൾറെഡി ഗോസ്പൽ ജോൺ 2:20, ഫസ്റ്റ് ജോൺ 2:20, ഫസ്റ്റ് ജോൺ 2:27 ഇതിൽ വിശുദ്ധരായ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞു. വി ആർ ഓൾറെഡി അനോയിന്റഡ് ഫ്രം ദ ഹോളി വൺ. പ്രൈസ് ദി ലോർഡ്. By default we have already received the anointing. നമുക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞ വഴിയായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പാർട്ട് 2 നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. വി ഓൾറെഡി ഡിസ്കസ് പാർട്ട് 2 ഹൗ ടു സ്റ്റേ കണ്ടിന്യൂലി ഫിൽഡ് ആൻഡ് ഓവർഫ്ലോയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമ്മൾക്ക് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് നമുക്കത് എങ്ങനെ അത് കവിഞ്ഞൊഴുകുന്ന ഒരു പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനും നമുക്ക് ഓൾറെഡി പരിശുദ്ധാത്മാവിനെ കർത്താവ് തന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പാർട്ട് 3 നമ്മളത് ഓൾറെഡി സംസാരിച്ചു. ഹൗ ടു ആക്ടിവേറ്റ് ഇത് അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമുക്ക് പരിശുദ്ധാത്മ അഭിഷേകം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഈ അഭിഷേകത്തെ നമ്മൾ ഓവർഫ്ലോ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഏത് സമയം ഫ്രഷ് അനോയിന്റിംഗ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റാം. പ്രൈസ് ദി ലോർഡ്. 10:38 ശിഷ്യന്മാർക്ക് ഏത് സമയം പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാർ ഏത് സമയം അവര് കൂട്ടായ്മ ഉണ്ടായിരുന്നു. കൂട്ടായ്മകൾ നമ്മളെ ചെലവഴിച്ച് സെപ്പറേറ്റ് പേഴ്സണൽ പ്രയർ എല്ലാം നമുക്ക് വേണം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പാർട്ട് 3. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്ത് ഹൗ ടു റിന്യൂ എ ഹോളി സ്പിരിറ്റ് എക്സ്പീരിയൻസ് ഫ്രഷ് അനോയിന്റിംഗ് പാർട്ട് 4. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എങ്ങനെ എല്ലാ ദിവസവും നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. ഫ്രഷ് അനോയിന്റിംഗ് എല്ലാ ദിവസവും നമുക്ക് എങ്ങനെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഓൾറെഡി നമ്മൾ പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്ട് 5 നമ്മൾ ഹൗ ടു റിസീവ് ആൻഡ് ആക്ടിവേറ്റ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. അതാണ് അനോയിന്റിംഗ് കിട്ടിക്കഴിഞ്ഞ് എങ്ങനെ ഹോളി സ്പിരിറ്റിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓൾറെഡി പാർട്ട് 5 ഡിസ്കസ് ചെയ്ത് 4 വഴികൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വേർഡ്സ് ഇൻ ആക്ഷൻ. അതേപോലെ തന്നെ രണ്ടാമത്തെ വഴികൾ നമ്മൾ സംസാരിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ വഴികൾ അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചു. ഫസ്റ്റ് വേർഡ്സ് ഇൻ ആക്ഷൻ. രണ്ടാമത് എന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് നമ്മൾ പറഞ്ഞ വാഗ്ദത്ത വചനങ്ങൾ നമ്മൾ സ്ഥിരീകരിക്കണം. നമ്മൾ പറയണ ഏത് സമയത്തും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അത് നമ്മൾ സംസാരിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്.
അതിന് കോളിന് പോകണ്ടാക്കിയിരിക്കുന്നത്. കോള് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയാണ്. പാർട്ട് 6 ആണ്. ദിസ് ഇസ് പാർട്ട് 6 ആൻഡ് ഫൈനൽ പാർട്ട്. റൈറ്റല്ലോ അല്ലെങ്കിൽ ഇതിലെ സംസാരിക്കുന്ന പാർട്ട് 6 വൈ യു നീഡ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ അഭിഷേകം നമ്മൾ പ്രാപിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് എന്താണ്, അതിന്റെ ഗുണം എന്താണ്, അതിന്റെ ഫലം എന്താണ്, അതാണ് ലാസ്റ്റ് പാർട്ട് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും കർത്താവിന്റെ വേല ചെയ്യുന്നത് അനേക ആൾക്കാർ കർത്താവിനെ അറിയും, യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കും, യേശു പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി കൊതിക്കും. ഈ പരിശുദ്ധാത്മ നമ്മളോട് സംസാരിക്കും, നമ്മൾ തുള്ളിച്ചാടും. അത്രമാത്രം നമ്മള് അതാണ് നമുക്ക് അവർ സ്പിരിറ്റ് ഈസ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ഫിയർ, സ്പിരിറ്റ് ഓഫ് ലവ്, സ്പിരിറ്റ് ഓഫ് ജോയ്. അത് ഞാൻ കൂട്ടിച്ചേർത്ത് പരിശുദ്ധാത്മന്റെ ഫലങ്ങളാണ്. ലവ് ആൻഡ് സൗണ്ട് മൈൻഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊക്കെ പറഞ്ഞാല് വീരത്വത്തിന് ആത്മാ, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ വാച്ച് ചെയ്യുന്ന എല്ലാവരും കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചന്ദൻ മാഷ്, ഗോഡ് ബ്ലെസ് യു. Freddy Matthew, God bless you. This is a Malayalam message, but this same will be preaching in English next day. Praise the Lord. Part 6 today I'm going to preach why you need to be filled with the Holy Spirit. Okay, 7 reasons to be filled with the Holy Spirit. നമ്മൾ പരിശുദ്ധാത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയപ്പെടുന്ന കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഇതാണ് പറയുന്നത്. I would like to read the book of Ephesians chapter 5 verses 18 and 19 and 20. അതിൽ എഫെസ്യ ലേഖനം അതിൽ പറയുന്നത് അത് 7 റീസൺസ് പറയാണ്ടായിരിക്കുന്നു. അതിന് മുമ്പായിട്ട് ഇന്ന് വായിക്കാറായിരുന്നു. കർത്താവ് പറയുവാണ്, book of Ephesians chapter 5 verse 18. Praise the Lord. Hallelujah. And be not drunken with wine. Bible saying, but be filled with the Spirit. കർത്താവ് പറയാണ്, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ നുറന്നെടുപ്പുണ്ടാവുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്ത് കൊള്ളിരിക്കൻ. അതാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറയുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം, യേശു ക്രിസ്തുവിന് ഏത് സമയം നമുക്ക് പിതാവായ ദൈവത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തെ നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും. സ്തോത്രയാഗം അർപ്പിക്കാൻ പറ്റും. നമ്മൾ പഴയ നിയമത്തിലൊക്കെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്ന സ്തോത്രയാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന് സ്തോത്രം പറഞ്ഞെങ്കിൽ യാഗബലിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദൊക്കെ സ്തോത്രം, പുതിയ നിയമത്തെ സ്തോത്രം പഴയ നിയമത്തിൽ ഒരു യാഗം കഴിക്കുന്നതിന് തുല്യമാണ്. താങ്ക് യു ഗോഡ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഗോഡ്. കർത്താവ് ഞാൻ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തുവിനെ ഞാൻ ആരാധിക്കുന്നു, യേശു ക്രിസ്തുവിന് നന്ദി പറയുന്നു എന്ന് നമ്മളെ തന്നെ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ സ്തോത്ര യാഗം അതൊരു യാഗമാണ്. പ്രൈസ് ദി ലോർഡ്. അതൊരു യാഗമാണ്. ഇതിൽ പറഞ്ഞാല് Gospel John chapter 14 verse 26 ഇതിൽ പറയാണ്, വി നീഡ് ഹിസ് ഹെൽപ്പ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സഹായമാണ്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. Gospel John chapter 14 verse 26. I am reading in Malayalam and English and Malayalam. Okay, but in the Comforter, the Holy Spirit, whom the Father will send in my name, he shall teach you all things and bring to your remembrance all that I said to you. ഇതാണ് പറയുന്നത്. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നമുക്ക് സകലതും ഉപദേശിച്ചു തരും. All things. The Spirit of God will reveal you. Spirit of God will direct you. Spirit of God will guide you. Spirit of God will help you to reach your destination. അതാണ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശിച്ചു തരും, നമുക്ക് നടക്കേണ്ട വഴികൾ പറഞ്ഞു തരും, നമുക്ക് ഓർമ്മശക്തികൾ തരും. നമ്മൾ നമ്മുടെ ആ വാക്തത്വത്തിലേക്ക്, നമ്മുടെ കോളിങ്ങിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. Praise the Lord. Hallelujah. God bless you. Hallelujah. God bless everybody. Okay, അതാണ് രണ്ടാമത്. അത് നമുക്കറിയാം. അപ്പൊ ഞാൻ 2013 രക്ഷപ്പെട്ട് സ്നാനപ്പെട്ടത് 2013. Praise the Lord. എൻ്റെ എല്ലാ ജീവിതം എല്ലാം തകർന്ന വ്യക്തിയായിരുന്നു. 2012 ഡൈവോഴ്സ് ആകുന്നത്. ആർക്കെങ്കിലും കുറ്റമൊന്നും പറയുന്നതും പോലെ ഒരാളെ കൊണ്ട്. അപ്പൊ ആത്മഹത്യയുടെ വഴി നിൽക്കേണ്ട അവസരം, ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചിട്ടിരിക്കുന്ന അവസരത്തിലാണ്
ഒരു പെന്തിക്കോസ് ചേർത്ത് എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നു. അവിടെ പോയി ആരാധനയിൽ പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ഭാരങ്ങൾ മൊത്തം വിട്ടുപോയ അവസ്ഥ. ഞാൻ ആ പാസ്റ്റിനെ കൂടെ കൂടെ വിളിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് പ്രൈസ് ദി ലോർഡ് ആ രക്ഷിക്കപ്പെട്ട് മുഴു സ്നാനം എടുത്തു. നിത്യ സന്തോഷം ഹൃദയത്തിലേക്ക് വന്നു. ആരോടും പരാതിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ അന്ധകാരശക്തികൾ നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മളെ കർത്താവ് പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അതാണ് കർത്താവ് എന്ന് വെച്ചാല് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എതിരാര് നിൽക്കും? ഒരു വ്യക്തിക്കും പറ്റത്തില്ല. അവരെ എത്ര ശത്രുക്കൾ നമ്മൾ തകർക്കാൻ വന്നു കഴിഞ്ഞാലും അവരെ പദ്ധതിയെല്ലാം കർത്താവ് പൊളിച്ചെടുക്കും. അവരെ വേണമെങ്കിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തിയിട്ട് കർത്താവ് നമ്മളെ സംരക്ഷിക്കും. അതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശത്രുക്കളെ വേണമെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തിയിട്ട് ഇല്ലാതാക്കിയിട്ട് കർത്താവിന്റെ അഭിഷിക്തന്മാരെ കർത്താവ് സംരക്ഷിക്കും. അതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും ഞാൻ താമസിക്കുന്ന ഞാൻ ആയിരിക്കും സ്ഥലങ്ങളിൽ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കാനായിട്ട് ആൾക്കാർ വരുന്നു. അവരൊക്കെ നമുക്കറിയാം, അവരുടെയൊക്കെ വണ്ടിയുടെ നമ്പർ അടക്കം നോട്ട് ചെയ്തിട്ട് ഞാൻ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരുടെ വണ്ടിയുടെ പ്ലേറ്റ് അടക്കം അവർ പോകുന്ന വഴികൾ അവരെ ഡീറ്റെയിൽ മൊത്തം പ്രൈസ് ദി ലോർഡ് ബന്ധപ്പെട്ട അധികാരികളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞു. അന്ധകാരശക്തി എത്ര തടയാൻ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മളെ കയറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരെ തന്നെ ഇല്ലാതാവില്ല, ഒന്നും പറ്റത്തില്ല. അവർ പരമാവധി ശ്രമിക്കും. ദുഷ്ടന്മാരെ ആലോചന കൊണ്ടുവരും. കർത്താവ് അവരെ പദ്ധതി തകർക്കും. ഫറവോന്റെ രഥം കർത്താവ് തകർത്തതിനെയല്ല അവരെ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാക്കി. അതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉല്ലാസവും ജയഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിനുണ്ട്. ആ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ഉള്ളവർക്ക് മാത്രമേ ഇതുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ഇല്ലാത്തവർക്ക് ഉല്ലാസവും ഇല്ല, ജയഘോഷവും ഇല്ല. ഇന്ന് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിൽ ഉല്ലാസവും ജയഘോഷവും ഉണ്ട്. കർത്താവ് പറയുന്നു, സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ അലയും, പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്ന എൻ്റെ ജനത്തിനോ ഒന്നും ഒരിക്കലും കുറവുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതിമാൻ കുലുങ്ങാൻ അവിടെ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീതിമാൻ അനർത്ഥങ്ങൾ പലതാണ്, അതിൽ നിന്നെല്ലാം കർത്താവ് അവരെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉരത്തല്ലക്കാരതി ഇത്തപ്പല്ലക്കാരതി ഇത്തപ്പനക്കാരതി തത്തപ്പല്ലത്തി ഇത്തക്കനാരതി ഇത്തക്കനാരതി ഇത്തക്കനി ഷിക്കല്ലത്തി ഇത്തക്കനി ഷിത്തപ്പത്തക്കല്ലത്തി ഇത്തക്കനാരതി ഇത്തക്കൻ ലഭത്തക്കല്ലത്ത ചീഞ്ചറ്റപ്പത്തരകന ഷത്തബലത്തി തപ്പനകരത്തോ ഷൂച്ചല്ലത്തബലത്തി ഇത്തക്കനി ഷിത്തബലത്ത. Holy Father, I pray for the people, those who are watching online. Thank you for your feeling the anointing with the Holy Spirit to each and every people. Heavenly Father, sprinkle the blood of Jesus Christ. യേശുവിന്റെ തിരക്തം ഒഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ഇയാൾ കൊതിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഞാൻ യേശുവിന്റെ നാമത്തെ ഡിക്ലെയർ ചെയ്യുന്നു. ഷിത്തപ്പല്ലക്കലതി യേശുവിന്റെ നാമത്തിൽ പിതാവിനെ പ്രാർത്ഥിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ഒന്നാമത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മളെ ഹെൽപ്പറാണ്, നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാന മാർഗം, ചിലപ്പോൾ വിസ ഇല്ലാത്ത അവസരമായിരിക്കും. ഞാൻ ദൂരം ബുദ്ധിമുട്ടി എത്രമാത്രം ശത്രുക്കളെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു. പണ്ടേ വിസകളെല്ലാം സ്റ്റാമ്പ് ചെയ്ത് റെസിഡന്റ് ആകേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റെസിഡൻസ് പെർമിറ്റ് അതിൽ നിന്നെല്ലാം അന്ധകാര ശക്തികൾ ഓരോ വഴിക്ക് തകർക്കാൻ ശ്രമിക്കുന്നു. അതിൽ നിന്നെല്ലാം കർത്താവ് രക്ഷപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കിയിട്ടാണെങ്കിലും കർത്താവിന്റെ അഭിഷിക്തന്മാരെ കർത്താവ് സംരക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. സോളിസിറ്റർമാരുടെ അടുത്ത് വ്യാജ തെളിവുകൾ കൊണ്ടുവന്ന് അവർക്ക് പൈസ കൊടുത്ത് അവർ നമുക്കെതിരായിട്ട് തിരിയിപ്പിച്ച്, പല സ്ഥലങ്ങളിലും നമുക്കെതിരായിട്ട് തിരിയിപ്പിച്ച്, പ്രൈസ് ദി ലോർഡ്. ഇവരുടെ കുടുംബം നശിക്കുന്ന അവർ ചിന്തിക്കുന്നില്ല. കർത്താവിന്റെ അഭിഷേകത്തിനെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യും. ഇവരുടെ തലമുറകളെ നശിച്ചൊന്നുമില്ല എന്ന് അവർ ചിന്തിക്കുന്നില്ല. അവരുടെ തലമുറകളെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തും കർത്താവ്. കാരണം കഴിഞ്ഞാൽ ദൈവത്തിന്റെ അഭിഷേകത്തിനെ കർത്താവ് സംരക്ഷിക്കും. നിന്നെ തൊടുത്ത് തന്നെ കർത്താവിന്റെ കൃഷ്ണമണി, എൻ്റെ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തോർന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ദൈവ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ കർത്താവ് എന്ത് പ്രൊട്ടക്ട് ചെയ്യും, കർത്താവ് നിർത്തും. കാരണം എന്നെ ഈ രാജ്യത്ത് കർത്താവ് ആക്കിയിരിക്കുന്നത് കർത്താവിന്റെ വേല പ്രസംഗിക്കാനായിട്ട്, കർത്താവിന്റെ സത്യസുവിശേഷം മറ്റുള്ളവർ പ്രസംഗിക്കാനായിട്ടാണ്. അതിനെ തടയാൻ ഒരു അന്ധകാരശക്തിയും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാരെങ്കിലും നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റിയിട്ടാണ് കർത്താവ് എന്നെ സംരക്ഷിക്കും. അതാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതാണ് നമുക്ക് ദാനിയേലിന്റെ ദൈവം. ദാനിയേലിനെ തകർക്കാനായിട്ട് രാജ്യം ശ്രമിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ രാജ്യത്തിൽ നിന്ന് മൊത്തം തകർക്കാൻ ശ്രമിച്ചവരെ മൊത്തം സിംഹക്കുട്ടി എഴിഞ്ഞു കഴിഞ്ഞു. അവരെ തലമുറ ഇല്ലാതായി. പക്ഷെ ദാനിയേലിന്റെ ദൈവം ദാനിയേലിനെ സംരക്ഷിച്ചു. ഇസ്രായേലിന്റെ ദൈവമാണ് ജോലിയുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവ്വശക്തനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഞാൻ ഫലിക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിങ്ങളെ സംരക്ഷിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിങ്ങളെ വഴി നടക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിങ്ങൾക്ക് വിശ്രം തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിങ്ങൾക്ക് നോളജ് തരും.
നിങ്ങൾക്ക് പോകേണ്ട വഴികൾ നിങ്ങളെ സഹായിച്ച്, നിങ്ങളെ ശക്തിപ്പെടുത്തി, നിങ്ങളെ നിർത്തുമാറാക്കും. അതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും പറയാനായിട്ടുള്ളത്, നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടമാണെങ്കിലും നമുക്കൊരു പരീക്ഷയോടുകൂടി പോക്കുവഴി കൂടെ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇപ്പൊ നമ്മൾ ദുഷ്ടന്മാർ ചിന്തിക്കും, അവരെ കൈ പോയി പെട്ടു, അവർ പെട്ടില്ല എന്നൊക്കെ അവര്. പക്ഷേ കർത്താവ് എവിടെയാണെങ്കിലും ദൈവത്തിന് അഭിഷിക്തമാരെ കർത്താവ് സംരക്ഷിക്കുക. അതാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കർത്താവ് നമ്മളെ പരിപാലിക്കും. ഇന്ന് നമ്മൾ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും, നിങ്ങൾ ഏതൊക്കെ ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ പെടുന്നത്, ഏതൊക്കെ പ്രയാസങ്ങളിലാണ് നിങ്ങൾ ബുദ്ധിമുട്ട് കൂടുന്നത്, അതിൽ നിന്നെല്ലാം നിങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വഴി നിങ്ങൾക്ക് കർത്താവ് തുറന്നു വരും. ഒരു പോംവഴി നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരും. ഒരാൾക്കാരെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തു തരും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറന്നു വരും. ഷിക്കല്ലാത്ത ഇതകനെ. അതാണ് പറയുന്നത് വെച്ചാൽ കർത്താവ് പറയുവാണ്. അപ്പൊ ഗോസ്പൽ ജോൺ ചാപ്റ്റർ 14:26 ഇത് പറയുവാണ്, ബട്ട് ദ കംഫോർട്ടർ ദ ഹോളി സ്പിരിറ്റ് whom the Father will send in my name, he shall teach you all things. അതാണ് praise the Lord, and bring to your remembrance all that I said to you. ഇതാണ് പറയുന്നത്. എങ്കിലും പിതാവിന്റെ നാമത്തെ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ, praise the Lord, ഹല്ലേലൂയ, നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതാണ് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാ. പോകാഞ്ഞു കഴിഞ്ഞാൽ, പോയില്ലെങ്കിൽ കാര്യസ്ഥനെ നിങ്ങളുടെ അടുത്തേക്ക് അടുക്കത്തില്ല. പോയി കഴിഞ്ഞാലോ ഒരു കാര്യസ്ഥൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ആ കാര്യസ്ഥൻ ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. He's a comforter, he's a guide, he can able to protect, he's a protector, he can able to guide you, he can able to keep you safe. This is the Spirit of God, the same Spirit raised that Jesus Christ from the death to the life. അതാണ് യേശു ക്രിസ്തുവിനെ മരിച്ചെഴുതി ഉയർപ്പിച്ച് ആത്മാവിന്റെ ശക്തിയാണ് നമ്മളിലേക്ക് വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുവാണ്, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകും, നിങ്ങൾ ജെറുസലേം വിട്ട് വാങ്ങി പോകരുത്, ഞാൻ അയക്കുന്ന പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങളെ കാത്തിരിക്കണം. എല്ലാ ശിഷ്യന്മാരും, നമുക്ക് മദർ മേരി അടക്കം 120 ശിഷ്യന്മാർ, 120 പേര് അപ്പർ റൂമിലെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധാത്മ അഭിഷേകത്തിന്റെ ശക്തി വന്നു. ഇന്നെല്ലാവരും മാതാവിനെ ആരാധന സ്റ്റേറ്റ് കർത്താവിനെ വചനം ശ്രമിച്ചപ്പോൾ മാതാവിന്റെ ഫോട്ടോ വെച്ചിട്ട് ഈ മാതാവിനോട് 10 ദിവസം പ്രാർത്ഥന കിട്ടും. നമ്മൾ മാതാവിനെ ബഹുമാനിക്കണം. പ്രിയമുള്ളവർ, മാതാവിനെ ബഹുമാനിക്കണം. ഞാനൊക്കെ മാതാവിനോട് പ്രാർത്ഥിച്ച് കൊന്തയില്ലി എൻ്റെ ജീവിതം കളഞ്ഞിട്ട്, ഞാൻ എതിര് പറയുന്നില്ല, എൻ്റെ ജീവിതം കളഞ്ഞിട്ട്, ജീവിതം എന്ന് വെച്ചാൽ അതേപോലെ കൊന്തയിൽ, അയ്യോ ഞാനൊന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ മടുപ്പ്, ഇതേ പ്രാർത്ഥന ഉള്ളോന്ന് ഞാൻ ചിന്തിച്ചു ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. എൻ്റെ ദൈവമേ, ഇതാണോ ഈ പ്രാർത്ഥന? മട്ടുത്തുപോയി. കാരണം വെച്ചാൽ അതേപോലെ നമുക്ക് ഒരു വിരസത വരുന്നതല്ലേ. എന്ന് പിന്നെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ ദിവസം ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ആ വെറുപ്പ് വരികയല്ലേ എന്ന് പറഞ്ഞ പോലെ. എന്തല്ല, അല്ലാതെ വേറെ ഒന്നുമില്ല. സഭ ഇങ്ങനെ പഠിച്ച് കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഈ കാണാപ്പാടം പഠിച്ച് പ്രാർത്ഥിക്കണം. ഈ കൊന്ത വിരട്ടണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ചെയ്യണം? മാതാവിനെ അവഹേളിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മാതാവിനെ റെസ്പെക്ട് ചെയ്യണം. അതാണ് മദർ മേരി. വി ഹാവ് ടു റെസ്പെക്ട് മദർ മേരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കന്യക ഗർഭം ധരിച്ച മകനെ പ്രസവിച്ചവനെ എമ്മാനുവേൽ പേര് വിടണം. യേശുക്രിസ്തുവിന്റെ അമ്മയെ നമ്മൾ ബഹുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. വിഗ്രഹം ഉണ്ടാക്കി വെച്ച് അവഹേളിക്കരുത്. അതിനു മുമ്പേ പോയിട്ട് നമ്മൾ തലകുത്തി മറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരെങ്കിലും മാതാവിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ബഹുമാനിക്കണം. അത് മാത്രമേ ചെയ്യുള്ളൂ. വേണത്തെ വേഷം കെട്ടൊന്നും ചെയ്യരുത്. നമ്മൾ ഒരേ ഒരു മധ്യസ്ഥൻ, പിതാവായ ദൈവത്തിന് നമ്മുടെ ഇടയ്ക്കുള്ളത്, അത് മരിച്ചു ഉയർത്തിനേറ്റ് അത് യേശു ക്രിസ്തുവാണ്. അത് അതാണ് ഹി ഈസ് അഡ്വക്കേറ്റ് between you and me, and all our prayer, my prayer and supplication, everything, praise the Lord, it will be submitting in front of the heavenly Father, that is going through the hand of Jesus Christ, in the name of Jesus Christ. അതാണ് പറയുന്നത്. യേശു ക്രിസ്തുവിലൂടെയാണ് വരുന്നത്. യേശു ക്രിസ്തുവിലല്ലാതില്ല വരുന്നത്. അത് വിശുദ്ധമായെല്ലാം ബഹുമാനിക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരേ ഒരു പ്രാർത്ഥനയാണ് യേശു ക്രിസ്തുവിനോട്. അതാണ് പരിശുദ്ധ അമ്മയും നമുക്കറിയാം മദർ മേരിയും അത് യേശു ശിഷ്യന്മാരുടെ ഒപ്പം ഇരുന്ന് നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നതെന്ന്. നമ്മള് ഗോഡ് ഈസ് എ സ്പിരിറ്റ്, we have to worship our Lord in spirit and truth. Praise the Lord. Hallelujah. Glory be to God. Hallelujah. Glory be to God. Hallelujah. Glory. ഈ പറയുന്നത് രണ്ടാമത്തെ കാര്യം വെച്ചാൽ വി നീഡ് ഹിസ് റെവലേഷൻ. പരിശുദ്ധാത്മ നമ്മളിലേക്കുള്ള വരുന്ന കാര്യം വെച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ റെവലേഷൻ വേണം. അതാണ് അന്ത്യകാലത്ത് എൻ്റെ സകല ജനത്തിന്മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ പകരും, നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾ ദർശിക്കും. Praise, I would like to read that one. Book of Acts chapter 2
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പുഷപ്പ് ചെയ്യുന്ന പറയാനായിട്ട്. Book of Acts, chapter 2. I would like to, it shall come to pass, verses 17, Bible says, praise the Lord, hallelujah, it shall come to pass in the last days, says the God, praise the Lord, that I will pour out of my spirit on all flesh. Praise the God is not saying, praise the Lord, hallelujah, I'm giving my spirit to only one flesh. No, I will pour out of my spirit on all flesh. Your sons and your daughters shall prophesy. Your young men shall see visions. Your old men shall dream dreams. Praise the Lord. Hallelujah. And on my men servants and on my maid servant, I will pour out my spirit in these days, and they shall prophesy. Praise the Lord. Hallelujah. എന്താണ് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൽ 17-ാം വാക്യം വായിക്കാണ്ട് മലയാളത്തിൽ വായിക്കാണ്ട് ആഗ്രഹിക്കുന്ന ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 verses 17. Praise the Lord. Hallelujah. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളെ യവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരം അവരും പ്രവചിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് എന്തിനാ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നത്, റെവലേഷൻ തരുന്നത്. നമ്മൾ കർത്താവിൽ ശക്തിപ്പെടണം, കർത്താവിൽ ഉറയ്ക്കണം, വിശ്വാസത്തിൽ ഉറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ റെവലേഷനിലൂടെ മറ്റുള്ളവരെ യേശുക്രിസ്തു രക്ഷകനാണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ റെവലേഷൻ തരുന്നത്. ഞാനൊക്കെ കർത്താവിന് വചനം പ്രസംഗിക്കാൻ പോകുമ്പോൾ കർത്താവ് വെളിപാട് തരും. പോണ സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും സമയം എനിക്ക് സ്വപ്നത്തിലൂടെ കർത്താവിന് സംസാരിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എന്നോട് സംസാരിക്കും സ്വപ്നത്തിലൂടെ. പ്രൈസ് ദി ലോർഡ്. സ്വപ്നത്തിലൂടെ എനിക്ക് റിവീൽ ചെയ്യും കർത്താവ്. അല്ലാതെ ഇതെങ്ങനെ ചില നമ്മുടെ ഡേ ടൈം ആണെങ്കിൽ അതേപോലെ ക്ഷീണം വരും. അപ്പൊ ആ സമയത്ത് അല്പസമയം കിടക്കാനായിട്ട് തോന്നും. ആ കിടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് സംസാരിക്കും, വിഷനോടെ സംസാരിക്കും, ഡ്രീംസ് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. വരാനുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് മനസ്സിലാക്കി തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ കർത്താവിനോടൊപ്പം നടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് സഹായിക്കുന്ന സഹായകനാണ്. നമ്മൾ എന്ത് പ്രതിസന്ധി ഘട്ടമാണെങ്കിലും പരിശുദ്ധാത്മാ നിങ്ങൾ രക്ഷയോട് സ്ഥാനപ്പെട്ട വ്യക്തിയാണോ, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശത്രുക്കൾ എന്നെ കൊല്ലാമേണ്ടി വരുന്നു, എന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുന്നു. നമുക്ക് നിയമം ഉണ്ടെങ്കിൽ തന്നെ കർത്താവ് നമ്മളെ പരിപാലിക്കും. കാരണം നമ്മുടെ ദൈവം ഇസ്രായേലിന്റെ സർവശക്തനായ ദൈവമാണ്. ഇവർ പിന്നെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളതിനെ ഒന്നും ചെയ്യാനായിട്ട് പോണില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ്, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. പ്രൈസ് നമ്മൾ പറയണം, അവർ ഗോഡ് ഈസ് മൈ ഹെൽപ്പർ ആൻഡ് കംഫർട്ടർ, റെഡീമർ. Praise the Lord. Hallelujah. This is what I want to say to all the people today. We need his revelation. But 1 Corinthians chapter 2 verses 11 Bible says, 1 Corinthians ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനിലുള്ളത് അമല്ലേ മനുഷ്യാത്മാവ് അല്ലാതെ മനുഷ്യരിൽ ആരറിയും, അവണ്ണം തന്നെ ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവിലൂടെ നമുക്കറിയാനായിട്ട് പറ്റും. അതാണ് പറഞ്ഞത്, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതെല്ലാം, പ്രൈസ് ദി ലോർഡ്, കർത്താവ് പറഞ്ഞാല് ഞാൻ എന്തൊക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം പിതാവായ ദൈവം ദൈവത്തിന്റെ വിശുദ്ധായിട്ട് നമ്മളെ ടീച്ച് ചെയ്യും. ദൈവത്തിന്റെ പറ്റി he will teach you what I have said in this, what I have preached, what I had preached in this world. Praise the Lord. What I have preached in this world, everything the Spirit of God will teach you and reveal you. This is a good year. This is a duty of the Holy Spirit. ഇത് പറഞ്ഞാൽ മനുഷ്യനുള്ളത് അവനിലെ ആത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, for who among men knows the things of a man. Praise the Lord. അതാണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റും. രണ്ടാമത് പറഞ്ഞാൽ 1 Corinthians chapter 2 verses 9 and 10 and 12 ഇത് പറഞ്ഞാല് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കാണാറില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യനെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. But it is written, the things which I saw not and ear heard not and which entered not into the heart of man. Praise the Lord. Whatsoever things of God prepared for them that love him. Praise the Lord. അതാണ് പരിശുദ്ധാത്മാവ്, നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് സ്വർഗീയ തരങ്ങൾ ഒരുക്കിയിരിക്കും. നമ്മളെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഗ്രഹിക്കാൻ വരെയും പറ്റിയിട്ടില്ല. പക്ഷേ
ദൈവത്തിന്റെ ആത്മാവ് ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരും. അതാണ് പൗലോസ് പറയുന്നത്. പൗലോസ് ഒന്നാം സ്വർഗം, രണ്ടാം സ്വർഗവും, മൂന്നാം സ്വർഗവും എല്ലാം പൗലോസിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനെ എടുത്തിരുന്നു. പൗലോസ് അതാണ് അവിടെയുള്ള കാര്യങ്ങളെല്ലാം പൗലോസ് കാണുവാനായിട്ട് ഇടവന്നു. നമുക്കറിയാം, സഹോദരൻ ദിനകരൻ, DGS ദിനകരൻ, വലിയ ദൈവത്തിന്റെ കർത്താവിന്റെ വലിയ ദാസൻ. അപ്പൊ നമുക്ക് ബെന്നികനുമായിട്ട്, ഭാഷ ഗനീനുമായിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്തു. അതാണ് ഒന്നാം സ്വർഗവും രണ്ടാം സ്വർഗവും മൂന്നാം സ്വർഗവും അദ്ദേഹം ഇടപെട്ടു. അത് നിശ്ചയമായിട്ട് ശരിയാണ് ഇതല്ല പറഞ്ഞത്. ഒന്നാം സ്വർഗത്തില് മില്യൺസ് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. ആ ഭാഗം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു പറഞ്ഞു. ഒന്നാം സ്വർഗത്തിൽ അദ്ദേഹത്തെ കർത്താവ് കൊണ്ടു കഴിഞ്ഞപ്പോൾ മില്യൺസ് ഓഫ് സ്പിരിറ്റ്. അതാണ് മില്യൺസ്, ബില്യൺസ് സ്പിരിറ്റ്. അത്ര അതേപോലെ തന്നെ കോടാനുകോടി ആത്മാക്കളാണ് ഒന്നാം സ്വർഗത്തിലുള്ളത്. രണ്ടാം സ്വർഗത്തിൽ ട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. ഞാനൊക്കെ എവിടെ പെടുന്നുണ്ട്. രണ്ടാം സ്വർഗത്തില് ഈ ട്രാക്ട് കൊടുത്തിരിക്കുക കർത്താവിന് വേല. ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. രണ്ടാം സ്വർഗത്തിൽ ട്രാക്ട് കൊടുത്തവരും കർത്താവിന് വേലയ്ക്ക് വന്നവരും, മൂന്നാം സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം നടന്നവരും അങ്ങനെയാണ് പറഞ്ഞു. കർത്താവിനോടൊപ്പം നടന്നവരും. ഹനോക്കൊക്കെ ഉണ്ടെന്ന് എന്നായിരിക്കും ആ കൂട്ടത്തില്. അബ്രഹാമൊക്കെ കാണുമായിരിക്കും, ഐസക്ക്, ജേക്കബൊക്കെ ആയിരിക്കും. ഹല്ലേലൂയ, ഏലയ്യ, ഏശയ്യ, എലൈജ, ഏശയ്യ, ഹല്ലേലൂയ. നമുക്കന്നെ നമുക്കറിയാം, ഏശയ്യ പ്രവാചകൻ, ഏലീശ പ്രവാചകൻ, ഹല്ലേലൂയ, ജെറമിയ, ഇവരൊക്കെ അവിടെ ആയിരിക്കാം. ശിഷ്യന്മാർക്ക് അവിടെ ആയിരിക്കാം. മൂന്നാം സ്വർഗത്തിലോ നാലാം സ്വർഗത്തിലേക്ക് ആയിരിക്കാം. ഞാൻ പറയുന്നത് നമ്മൾക്ക് കർത്താവ് അതാണ് കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് കർത്താവ് കൃപ തരും. ദൈവത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ഒത്തിരി നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പിന്നെ നമ്മൾ ഈ ലോകത്തിലുള്ളതൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഈ ലോകത്ത് കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ദൈവത്തോടൊപ്പം നമ്മൾ നടക്കുകയാണ്, ദൈവത്തോടൊപ്പം നമ്മൾ ഇരിക്കുകയാണ്, ദൈവത്തോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുകയാണ്. നമ്മള് സ്വർഗത്തിലെ കാര്യങ്ങൾ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യുവാണ്. വി ആർ എക്സിക്യൂട്ടേഴ്സ്. Praise the Lord. Praise the Lord. What is there in the heaven, praise the Lord, that we are executing on the earth. Praise the Lord. Our God is appointed you to execute everything. What all the will of God from heaven. Our God is already appointed you, if you are a born again child of God, walking in spirit. Praise the Lord. Hallelujah. The Spirit of God will help you to execute everything, to talk everything in front of everybody, to everything, the good things, whatever God is prepared for you before the foundation of the world. How we can do it? By the power of the Holy Spirit. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതാണ് പറയുന്നത്. കർത്താവ് പറയാണ്, നമുക്കോ തന്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, അറിവിനായി ദൈവത്തിന്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത്. ബട്ട് വി റിസീവ്ഡ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബട്ട് ദ സ്പിരിറ്റ് വിച്ച് ഇസ് ഫ്രം ഗോഡ്, that we might know the things that were freely given to us of God. 1 Corinthians chapter 2 verses 12. In this Bible is saying, praise the Lord. Hallelujah. മൂന്നാമത്തെ കാര്യം, വിശുദ്ധാത്മാവ് നമുക്ക് വരുന്നതിനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെൽപ്പ്, നമുക്ക് സഹായം കിട്ടുന്നു. രണ്ടാമത്തെ കാര്യം നമുക്ക് റെവലേഷൻ കിട്ടുന്നു. മൂന്നാമത്തെ വിശുദ്ധാത്മാവ് വരുന്ന വിസ്റ്റം കിട്ടുന്നു. സോളമൻ രാജാവിന് വിസ്റ്റം കൊടുത്തു. കർത്താവ് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? സോളമനോട് ചോദിച്ചു, എനിക്കൊന്നും വേണം, സമ്പത്തോ കാര്യങ്ങളൊന്നും അല്ല, എനിക്ക് എല്ലാ ന്യായപാലനം നടത്താനുള്ള ജ്ഞാനം തരണമെന്ന് കർത്താവ് പറഞ്ഞു. ജ്ഞാനം കർത്താവിൽ നിന്ന് വരുന്നു, അറിവ് കർത്താവ് തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കർത്താവിന്റെ ഫേവർ ഉള്ളവർക്ക് മാത്രം കൊടുക്കുന്നതാണ് ജ്ഞാനവും അറിവും. നമ്മളൊക്കെ സോളമൻ രാജാവിനൊക്കെ വലിയ ആൾക്കാരാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. സ്നാപയോനാക്കാൻ വലിയ ആളാണ് നമ്മള്. അബ്രഹത്തെക്കാളും വലിയ ആളാണ് നമ്മള്. കാരണം വെച്ചാൽ നമ്മൾ ദൈവ പൈതലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ കുറച്ച് കാണുമല്ല. വി ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ കർത്താവ് ഇത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാണാനായിട്ട് ഇരുന്നു. അവർക്ക് കാണാനായിട്ട് പറ്റിയില്ല. അതാണ് പ്രവാചകന്മാരും രാജാക്കന്മാരും എല്ലാം നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ അവർ കണ്ടില്ല. നമ്മൾ കേൾക്കുന്നതിനെ കേൾക്കാൻ ആഗ്രഹിച്ചു, എന്തിലും അവർക്ക് കേൾക്കാനായിട്ട് പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളോ ഇന്ന് കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടു. നമുക്ക് വേണ്ടി കർത്താവ് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും തന്നു. കർത്താവ് തരുന്നു. പഴയ നിയമത്തിലൊക്കെ രാജാക്കന്മാർക്കും പ്രവാചകന്മാർക്കും പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് മാത്രമായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. In the Old Testament, that one before the manifestation of Jesus Christ, how our God was giving His Spirit to the people. All the people, they were not at all allowed to receive the Spirit of God in their life, but our God was giving His Spirit to the chosen people. That means, it was not that all the time, for a number of time. That was Samuel Pravajagan, that one, the chosen people. That means Abraham, Isaac, Jacob, King David, King Solomon, praise the Lord. Hallelujah. Elijah, Jeremiah, and Ezekiel, praise the Lord. All the prophets, our God is
given his spirit to them right now at that time. Praise the Lord. But in the New Testament, the people, those who are believing in Jesus Christ, this is a helper, the Spirit of God, that you will be getting freely from the heaven. Praise the Lord. There is no partiality in that one. What is your colors? What's your different? Which nationality you are living? Which place you are living? Our God will never look at your nationality or your place or your colors. Praise the Lord. If you are a born again child of God, our God can able to freely give His Spirit of God in you. Praise the Lord. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞേ. We can do hallelujah right now. അത് പറഞ്ഞ നാലാമത്തെ പറഞ്ഞ we need His fruit of the Spirit. നമുക്ക് പരിശുദ്ധാത്മാവ് വേണ്ട എന്ന് നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വേണം. ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 5 verse 22. But the fruit of the Spirit is love, joy, peace, long suffering, kindness, goodness, and faithfulness. Praise the Lord. Hallelujah. And self-control. Against such there is no law. അതാണ് നമുക്ക് കർത്താവ് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് കർത്താവ് നാലാമത്തെ കാര്യം പരിശുദ്ധാത്മാവിന് നമുക്ക് വേണ്ട നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് we need his fruit of the Spirit. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് നിറയപ്പെടുന്ന ഉപകാരം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഫലങ്ങൾ നമ്മളിലേക്ക് വരുന്നു. ധാരാളം ഫലങ്ങളും എല്ലാം അവർ പറയുന്നത് വെച്ചാൽ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണമല്ല. You will get a joyful heart. Praise the Lord. You will get a victorious mind. Praise the Lord. You will get a peaceful heart. Praise the Lord. All the worries, depression, our God can able to take away from you by the power of the Holy Spirit, by the presence of the Holy Spirit. Hallelujah. Praise the Lord. Hallelujah. Glory be to God. Praise the Lord. അഞ്ചാമത്തെ കാര്യം പ്യൂരിറ്റി ആണ്. പ്യൂരിറ്റി നമുക്ക് നമ്മുടെ ശരീരമല്ല നമുക്ക് നമ്മളെ ശുദ്ധീകരിക്കും. ദൈവ ആത്മാവുള്ള ഇതാണ് പറഞ്ഞാൽ 2 Corinthians chapter 3 verse 17. ഇതിൽ പറഞ്ഞാൽ ഇതാണ് കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് പറഞ്ഞത്. Now the Lord is a spirit, and where the spirit of the Lord is, there is a liberty. Praise the Lord. ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പല സിറ്റികൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ കർത്താവിന്റെ വചന പ്രസംഗത്തിൽ തടയുന്ന ഒത്തിരി ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരെല്ലാം ഒന്ന് തടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ അവരെത്ര തടഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രൈസ് ദി ലോർഡ് ഞാൻ എല്ലാം നോക്കുകയാണ്. ഗ്ലോറി ബി ടു ഗോഡ്. അവരെത്ര തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ ആത്മാവ് എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട്. ആ സ്വാതന്ത്ര്യത്തോടും ശക്തിയോടെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ എത്ര അന്ധകാര ശക്തി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം കർത്താവ് എടുത്ത് മാറ്റും. കർത്താവ് ചോടോടെ പിടഞ്ഞെടുത്ത് തുരകളെ. കാരണം വെച്ചാൽ കർത്താവിന്റെ ആത്മാവുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് വീരത്വത്തിന്റെ ആത്മാവില്ല. ശക്തിയാണ് ആദ്യം ഞാൻ പറഞ്ഞത്. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവ് തന്നെ. We have got not the spirit of fear, the spirit of love, and that one sound mind. Praise the Lord. Hallelujah. Love and courage. Then sound mind. Praise the Lord. ഇത് പറഞ്ഞാല് അതാണ് ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് പറയുന്ന ആറാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രൈസ് ദി ലോർഡ്. കാരണം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാണ്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വരുമ്പോൾ നമുക്ക് ശക്തി കിട്ടുന്നു. അതാണ് കർത്താവ് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് യെരൂശലേമിലും ജ്യോതിയിലും സമരയിലും ലോകത്തെ എല്ലാ സ്ഥലങ്ങളും കർത്താവിന്റെ വചനം പ്രസംഗിക്കും. കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ചില സമയത്ത് എനിക്ക് പോകാൻ വണ്ടിക്കുലിക്കലും പൈസ ഇല്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് പരിപാലിച്ചു. പരിപാലിക്കും. കർത്താവ് നമ്മളെ വഴി നടത്തും. കർത്താവ് നമ്മളെ പരിപാലിക്കും. കർത്താവ് നമ്മളെ ശക്തിമാറാക്കി നമ്മളെ പോകാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മളെ സഹായിക്കാനായിട്ട് കർത്താവ് അനേകം പേരെ പരിപാലിച്ച് നമുക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യും. കാരണം വെച്ചാല് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ശക്തിയുടെയും സ്നേഹത്തിന്റെയും ദൈവമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അതാണ് യെരമ്യായോട് കർത്താവ് പറയുന്നത്, നീ അവരുടെ മുമ്പിൽ വീരക്കളായി കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ കർത്താവ് പറഞ്ഞാല് നീ അവരുടെ കർത്താവ് പറഞ്ഞാല് you should not fear your adversaries. Right? I am with you always. Wherever you go, I will go there. I will fight for them. Praise the Lord. Hallelujah. You will get the protection from me. Praise the Lord. That's what our God has given to Joshua, the prophecy. What was the prophecy? The guidance. What was the guidance? As I was with Moses, I will be with you all the days of your life. Praise the Lord. ഭയപ്പെടേണ്ട, സംരംഭിക്കുകയും വേണ്ട. ഞാൻ മോശയോടുള്ളവോട് കൂടെ ഉള്ളവോട് തന്നെ ഞാൻ ജോഷുവെ നിന്നോട് കൂടി ഞാൻ ഉണ്ട്. അതാണ് ദൈവം പറയുന്നത്. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നിട്ട് പറയുവാണ്, കർത്താവ് നമ്മുടെ ഒപ്പം ഉണ്ട്. അവർ ഗോഡ് ഈസ് വിത്ത് യു.
Praise the Lord. Book of Galatians chapter 3 verses 1 in the Bible is saying, praise the Lord, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കുക, നിങ്ങളെ ശുദ്രം ചെയ്ത മയക്കിയത് ആർ. ഞാൻ ഇതൊന്നും മാത്രം ഗ്രഹിക്കാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതാലോ. നിങ്ങൾ ഇതാണ് പറഞ്ഞാല് പറയാണ്, ഇതാണ് എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവർത്തിയാലോ വിശ്വാസത്തിന്റെ പ്രവർത്തിയാലോ എങ്ങനെ ചെയ്യുന്നത്. കർത്താവ് പറയുവാണ്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമുക്ക് വേണ്ടി അവർ ഗോഡ് ക്യാൻ ഡു ദ മിറക്കിൾ ഇൻ യുവർ ലൈഫ് ബൈ ഫെയ്ത്ത് ഇൻ ഗോഡ്. You don't want to do any of the sacrificial offering in front of the Lord. You don't want to do put any of the effort by your hand in front of the Lord to get something. It is freely. It has already been given through Jesus Christ to each and every people. അതാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നു കഴിഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇന്ന് കർത്താവിൻ്റെ അടുത്ത് ഒരു രോഗസുഖം കിട്ടാനായിട്ട് നമ്മൾ കർത്താവിന് വേണ്ടി പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചുമ്മാ ശരീരം കുത്തി മുറയ്ക്കണ്ട. അച്ഛന്മാർക്കൊന്നും പൈസ കൊണ്ട് കൊടുത്താൽ അവരുകൊണ്ട് അവരതുകൊണ്ട് പോയിട്ട് പൊറോട്ട ഇറച്ചിയൊക്കെ കഴിക്കും. നിങ്ങൾക്ക് അതുകൊണ്ടൊന്നും കിട്ടത്തൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓഫീസിലെല്ലാം പ്രത്യേക പൈസ കൊടുക്കണ്ട, കുർബാനയ്ക്ക് പൈസ കൊടുക്കണ്ട. ഇതൊക്കെ തട്ടിപ്പ് പരിപാടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഓഫീസ് മരിച്ച ഒരാളെ ഓഫീസിൽ എല്ലിയിട്ട് ഞാൻ കത്തോലിക്ക സഭ ഞാൻ പറയുകയാണോ, ഓഫീസിൽ ഇല്ലാതെ പൈസ മേടിച്ച് അതുകൊണ്ട് റെക്കമെൻഡേഷൻ ചെയ്തിട്ട് നരകത്തിൽ നിന്ന് പിടിച്ചു കയറ്റലില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, പൈസയുള്ള ആൾക്കാർ ബാങ്കിൽ പൈസ ഇട്ടിട്ട് മാസം ഡയറക്റ്റ് ഡെബിറ്റ് അച്ഛന്മാർക്കും ബിഷപ്പിനും കൊടുത്താൽ മതിയല്ലോ. ഒഫീസിൽ ഇല്ലേ അവരെ കേട്ടാലോ. ഇത് അവരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കഞ്ഞൂട്ടി നടക്കുന്നല്ലാണ്ട് മരിച്ചുപോയ ആൾക്കാർക്ക് ഒന്നും പറ്റത്തില്ല. കാരണം അവർക്ക് അവരെ നരകത്തിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അവരെ ഓൾറെഡി നമ്മൾ സ്വർഗവും നരകവും മരിച്ചുപോയ സമയത്ത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് യേശുക്രിസ്തു രക്ഷകനായിട്ട് നമ്മൾ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് മുഴു സ്നാനം എടുത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിശ്ചയമായിട്ട് നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യം ഉണ്ടാവും. മുഴു സ്നാനം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു വാക്ക് ഇൻ ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, കാരണം എങ്ങനെയാണെന്ന് അത് കർത്താവിനറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യു ഹാവ് ടു വാക്ക് ഇൻ ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്. യു ഹാവ് ടു കം ഔട്ട് ഫ്രം യുവർ വിക്കഡ് വേസ്. അതാണ് നമ്മുടെ അന്ധകാര ശക്തിയുടെ വഴി നമ്മൾ പുറത്തോട്ട് വരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിനോടൊപ്പം നടക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. അല്ല റെക്കമെൻഡേഷന് വേണ്ടി സ്വർഗത്തിൽ പോകാനായിട്ട് പൈസ കൊടുത്തിറക്കാൻ അച്ഛന്മാർക്കൊന്നും പൈസ കൊടുക്കാൻ പോകല്ലേ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അവരുടെ ജീവിതമാർഗവും നടക്കുന്നല്ലാണ്ട് സ്വർഗത്തിൽ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. പ്രിയമുള്ളവരെ, നമ്മളെ സകല ആത്മീയ അനുഗ്രഹങ്ങളെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. എഫെസ്യർ ലേഖനം ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 2 and 3 ഇതാണ് 3-ാം വാക്യം പറയുന്നത്. എഫീഷ്യൻസിലെ ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 3. അതിന് എഫെസസ് ലേഖനം 1-3 വാക്യം പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. വി ആർ ഓൾറെഡി ഫിൽഡ് ആൻഡ് ബ്ലെസ്ഡ് വിത്ത് ഓൾ ദ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്ക് അതാണ് പറഞ്ഞത്, നമുക്ക് ഒന്നും പ്രവൃത്തിയിലൂടെ നേടാനായിട്ട് പറ്റുന്നില്ല. വിശ്വാസത്തിൽ, അതാണ് അബ്രാഹത്തിന്റെ വിശ്വാസം. ന്യായപ്രമാണം വരുന്നതിന് മുമ്പുമായിട്ടാണ് കർത്താവ് ന്യായപ്രമാണം വഴിയല്ല അബ്രാഹത്തിന് കൊടുത്തിരിക്കുന്നത്, നേരിട്ട് അബ്രാഹത്തോട് സംസാരിച്ചു കൊടുത്തിരിക്കുന്ന. ഹല്ലേലൂയ. വിശ്വാസത്തിൽ അബ്രാഹം സ്വീകരിച്ചു. നമ്മുടെ അബ്രാഹത്തിന്റെ വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ഹല്ലേലൂയ. അബ്രാഹത്തിന് കൊടുത്ത ആ വിശ്വാസത്തിന്റെ ഗിഫ്റ്റാണ് യേശുക്രിസ്തുവോട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. എന്നെല്ലാവരും വിശ്വസിച്ച് ദൈവകൃപ പ്രാപിക്കാനാണ് ദൈവത്തിന്റെ വിശ്വത്താൻ ഉത്സാഹിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്, അതാണ് കർത്താവ് പറയുന്നത്. റോമൻ ചാപ്റ്റർ 8 verses 10. And if the Christ is in you, the body is dead because of sin, but the spirit is life because of righteousness. ഇത് പറയുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞാല്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെയും ജീവിപ്പിക്കും. എവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാന മാർഗത്തിൽ എവിടെയൊക്കെ റിജക്ഷൻ അനുഭവിച്ചിട്ടുണ്ടോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇരട്ടിമാരെ നമുക്ക് തരും. നിശ്ചയരുടെ മുമ്പിൽ കർത്താവ് നമ്മളെ മാനിക്കും. താർക്കപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മളെ പണിയും, നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വീണ്ടും നമ്മൾ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു വരും. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ എവിടെയൊക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ, എവിടെയൊക്കെ നമ്മൾ ഹൃദയം നമ്മൾ ആപ്പാടെ പൊട്ടിയിട്ട് വേദന വന്നിട്ടുണ്ടോ, അവിടെയെല്ലാം കർത്താവ് മാറ്റി ആ മുറിവുകളെല്ലാം ഉണക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പുതിയൊരു ഉയർച്ച തരും. അതാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം പറയുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും കഴുകന്മാരെ പോലെ ചെറുകടിച്ചു വരും.
തരുന്നു. നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന ശക്തി തരുന്നു. മിനിസ്ട്രി നമ്മൾ ക്ഷീണിച്ചിരിപ്പുണ്ടോ? നമ്മളെ അതേപോലെ ഒരാളും നമ്മളെ സഹായിക്കാൻ ഇല്ലാത്ത അവസ്ഥയുണ്ടോ? ചില സമയത്ത് ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരാളും കാണത്തില്ല. ഞാൻ തന്നെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് വരും. ഞാൻ തന്നെ കർത്താവിന്റെ വചനം പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ മഴ സമയത്ത് കുട ചൂടി കർത്താവിനെ പ്രഘോഷിക്കും. ചില സമയത്ത് ആൾക്കാർ മിക്കവാറും സമയം എന്നോടൊപ്പം ആൾക്കാർ വരുമ്പോൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലൊക്കെ ആൾക്കാരെ കണ്ടിട്ട് എന്നെപ്പറ്റി മോശം പറഞ്ഞ് എന്നെ മാറ്റിവിടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊന്നും ഞാൻ മൈൻഡാക്കത്തില്ല. അന്തകാശത്തിൽ ഒരു പ്രവർത്തനം ഞാൻ മൈൻഡാക്കത്തില്ല. അത് പിന്നെ അപ്പൊ ദൈവത്തിന് വിശുദ്ധാത്മ പറയും, നീ സ്കോട്ട്ലൻഡിൽ പോയില്ലേ കർത്താവിനെ വചനം പ്രസംഗിക്കാൻ ജോളി 2 പ്രാവശ്യം? വെയിൽസിൽ പോയില്ലേ? പ്രൈസ് ദി ലോർഡ്. എത്ര സിറ്റികളിൽ തന്നെ പോയി. 10, 200, 250, 300, 500, 600 മൈൽ ഓടിച്ച് നീ പോയില്ലേ? പ്രൈസ് ദി ലോർഡ്. അന്ന് എത്ര പേര് തന്റെ കൂടെ ഉണ്ടായിരുന്നു? നീ തന്നെയല്ലേ ഉള്ളൂ. ഇന്ന് 10, 70 മൈൽ 50 മൈൽ ഓടിച്ചു പോകാൻ നീ തന്നെ ഉള്ളൂ. നീ എന്തിനു ഭയപ്പെടുന്നു? ഞാനല്ലേ ഉള്ളതെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മ എന്നോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്റെ അപക്ഷം മൊത്തം മാറും. വീണ്ടും കർത്താവിനെ പ്രഘോഷിക്കും. ആ സിറ്റി ചെന്ന് കർത്താവിനെ വചനം പ്രസംഗിച്ചപ്പോൾ നിങ്ങൊന്നുമില്ലാത്ത രീതിയിൽ കർത്താവ് രക്ഷിക്കപ്പെട്ടു. ആൾക്കാർ രക്ഷിക്കപ്പെട്ടു സസെക്സില്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അന്തകാശത്തിൽ ചിലപ്പോൾ നമ്മുടെ കൂടുതൽ കൂട്ടുകാർ ഒത്തിരി കാണും, മിനിസ്ട്രിയിൽ ഒത്തിരി ആൾക്കാർ കാണും, സഹായിക്കാൻ ഒത്തിരി ആൾക്കാർ കാണും, ഫാമിലി മെമ്പേഴ്സ് കാണും. ചിലപ്പോൾ ഒരു പ്രവൃത്തി ഇവരെല്ലാം മാറ്റപ്പെടും. ഇവരെല്ലാം നമുക്ക് എതിരായിട്ട് തിരിയും. എല്ലാ കൈകളും നമുക്ക് എതിരായിട്ട് പൊങ്ങും. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ അപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ കർത്താവിന് വേണ്ടി ഓടി, എങ്ങനെ കർത്താവിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു. നമ്മൾ ഒറ്റയായിരുന്നപ്പോഴും കർത്താവ് വണ്ടിക്കോലിക്ക് പൈസ ഇല്ലാത്ത അവസ്ഥയിലും നമ്മൾ പ്രസംഗിക്കും. മറ്റുള്ളവരൊന്നും നമ്മളെ സഹായിച്ചില്ലേ? റെന്റ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയും കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയും കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വഴിയായിട്ട് എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ രക്ഷയിലേക്ക് വന്ന് നമ്മൾ ചിന്തിച്ചു. ഒരാളെങ്കിലും രക്ഷയിലേക്ക് വന്ന് നമ്മൾ ചിന്തിച്ച് ഒറ്റയ്ക്ക് വന്നല്ലോ. ആ ഇന്നലത്തെ ദൈവമല്ല ഇന്നത്തെയും ദൈവം. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന് വേണ്ടി നമ്മൾ ഒറ്റയാണല്ലോ ഓടണം. നമ്മൾ ഒറ്റയാണെങ്കിലും മുന്നോട്ട് പോകണം. നമ്മൾ വീണ്ടും കുതിക്കണം. നമുക്കൊരു കൊയ്ത്ത് കർത്താവ് വെച്ചിട്ടുണ്ട്. അത് ഈ നമുക്കെതിരെ നിൽക്കുന്നവരെ കൊയ്ത്ത് ചിലപ്പം കാണത്തില്ല. അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ചിലപ്പോൾ കോവിഡ് വഴിയായിട്ടോ ഡെങ്കിപ്പഴി പോലെ വന്നിട്ടോ, പ്രൈസ് ദി ലോർഡ്, ക്യാൻസർ വന്നിട്ടോ, ട്യൂമർ വന്നിട്ടോ, അതന്നെ അതുപോലത്തെ അസുഖങ്ങൾ വന്നിട്ടോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാർട്ട് അറ്റാക്ക് വന്നിട്ടോ, രോഗം അസുഖത്തെ തളർന്നിട്ടോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്കെതിരെ നിൽക്കുന്നവരെ, എതിരെ നിൽക്കുന്നവർ ഒരുപക്ഷെ കർത്താവ് മാറ്റും എന്നല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിനെതിരെ നിന്നിരുന്ന കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കെതിരെ നിന്നിരുന്ന, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അത് ഈജിപ്ഷ്യൻ സൈന്യത്തെ മൊത്തം കർത്താവ് മാറ്റിയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റ സെക്കൻഡോട് തൂത്തെറിഞ്ഞില്ലേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഈ കർത്താവ് നമുക്കെതിരെ നിൽക്കുന്നവരെ മാറ്റിയിട്ടാണെങ്കിലും നമ്മൾ ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കുള്ളൂ. ആ ഒറ്റയ്ക്കുള്ള അവസ്ഥയിൽ ദൈവം നമ്മൾ എങ്ങനെ പരിപാലിച്ചു, എങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസരങ്ങളും കർത്താവ് നമ്മളെ കാത്ത് പരിപാലിച്ചില്ലേ? ആ ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് വീണ്ടും നമ്മൾ പോകണം. വീണ്ടും ഒരു കൊയ്ത്തുന്ന കർത്താവ് നമുക്ക് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ്, ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശം നീരുറയും സൃഷ്ടിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ തന്നെയുള്ളൊന്നും ചിന്തിക്കരുത്. നമുക്ക് വേണ്ടി കർത്താവ് നമ്മളെ തീയിൽ കൂടെ, നമ്മൾ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. നദികൾ കൂടെ നടക്കുമ്പോൾ അതൊന്നും ഓവർഫ്ലോ ചെയ്യത്തില്ല. നമ്മൾ വിചാരിക്കും മുങ്ങിപ്പോകുന്നു. നോ, ഇറ്റ് വിൽ നെവർ ഹാം യു, ഇറ്റ് വിൽ നെവർ കം നിയർ ടു യു. അതാണ് എന്ത് വെച്ചാല് കർത്താവ് പറയുന്നതെന്ന് വെച്ചാൽ, നീ എന്റെ നാമം അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് രാത്രിയിലെ വീർതിയും പാർപ്പുന്ന അസ്ത്രത്തെയും ഇരട്ടി സഞ്ചരിക്കുന്ന മഹാബലിയെയും നട്ടിച്ചിക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിന്റെ ശത്രുക്കളെ പേടിക്കണം. അവര് ചിലപ്പോൾ മാറ്റപ്പെടും. ഇത് നിന്നോട് അടുത്ത് വരത്തില്ല. ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ആരോടെ സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാഹചര്യം കണ്ട് പതറരുത്. സാഹചര്യം കണ്ട് പുറത്ത് പോകരുത്. സാഹചര്യങ്ങളെ കണ്ട് നമ്മൾ മനം മട്ടിക്കരുത്. ഈ ദൈവമാണ് നമ്മുടെ സഹായകൻ. ഈ ദൈവമാണ് ഇസ്രായേലിന്റെ കാവൽക്കാരൻ. ഈ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചത് ഈ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരാണ് ലജ്ജിച്ചു പോയത്? ഒരിക്കലും ലജ്ജിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം നമുക്ക് മൊർദെഖായിയെ തൂക്കാൻ കൊണ്ടുവന്നിരുന്ന കഴുകു മരം ഹാമാനും അതുമായിട്ട് ബന്ധപ്പെട്ട അവർ വീട്ടുകാരും കൊണ്ടുവന്നു. ആരാണ് തൂങ്ങിയത്? കൊണ്ടുവന്ന ആൾക്കാർ തന്നെ തൂക്കപ്പെട്ടില്ല. അവര് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടില്ലേ? മൊർദെഖായിക്ക് എന്തെങ്കിലും പറ്റിയോ? പ്രൈസ് ദി ലോർഡ്. അല്ലില്ല. എസ്തേറിനും അതേപോലെ തന്നെ അവരുടെ കർത്താവിൽ ആശ്രയിച്ചവർക്ക് എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കെതിരെ കൊണ്ടുവരുന്നവർ തന്നെ കുടുങ്ങുന്നല്ലാണ്ട്, അവർക്ക് തന്നെ അത് നാശം പതിക്കുന്നല്ലാണ്ട് ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് ഒന്നും പറ്റത്തില്ല. നിങ്ങൾ ബൈബിൾ എടുത്ത് സത്യസുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ? ഗോ ഹെഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ മുന്നോട്ട് ഓടണം. നിങ്ങൾ പറക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങളെ വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവേലയിൽ നിന്ന് വിട്ട് പുറകോട്ട് പോകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ആരുമില്ലെങ്കിൽ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Glory be to God. Hallelujah. Thank you, Señor. God bless you. Sajimo George, God bless you. Tommy and Matthew, everybody, God bless you. അതാണ് വേലയിൽ നിൽക്കുന്ന ആൾക്കാർ പുറകോട്ട് പോകരുത്. ഒറ്റേ കാണത്തുള്ളൂ അധികം അനേകം ആൾക്കാർ. നേരെ സമയം ഒറ്റേ കാണത്തുള്ളൂ. വിട്ടുപോകരുത്.
ഈ സമയം ആൾക്കാർ മൊത്തം വിട്ടുപോകും നമ്മളെ. എങ്കിലും വിട്ടുകൊടുക്കരുത്. കർത്താവ് നമ്മൾ ഒറ്റയുള്ള സമയത്ത് ചിന്തിക്കണം, കർത്താവ് പദ്ധതിയിലേക്ക് കർത്താവ് നമ്മൾ നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അനേകം ആൾക്കാർ നമ്മളൊന്ന് ശല്യപ്പെടുത്തുവാണോ, ഒറ്റയ്ക്കിരുന്ന് കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ച് കഴുകനാപ്പര കുതിച്ചു വരുവാണോ നമുക്ക് വേണ്ടത്? അത് നമ്മൾ ചിന്തിക്കണം. എന്നെ കേൾക്ക്, നിങ്ങൾ അത് ചിന്തിച്ചു നോക്കി. അതുകൊണ്ട് ദൈവവേലയിൽ നമ്മൾ തളരരുത്, ശക്തിയോടെ മുന്നോട്ട് പോകണം. ചെയ്യുന്ന വേല കർത്താവിന് വളരെ താല്പര്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വേല, നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ ചർച്ച്, നിങ്ങൾ ട്രാക്ട് കൊടുക്കുന്നത്, മറ്റുള്ളവരെ പറ്റി യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത്, അവരെ തല കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, യേശുക്രിസ്തു രക്ഷകനാന്ന് പറയുന്നത്, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അത് വലിയൊരു കാര്യമാണ് കർത്താവിനോട് ചെയ്യുന്നത്. അത് നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, അവളുടെ അനുഗ്രഹം നശിക്കും. അതാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന് ദൈവത്തിന്റെ വചനോടെ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറയുകയാണ്, ബുക്ക് റോമൻ ചാപ്റ്റർ 8:11 ഇതിൽ പറയുവാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനോട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. But if the spirit of him that raised up Jesus from the dead dwells in you, he that raised up Christ Jesus from the dead shall give life also to your mortal bodies through the spirit that dwells in you. Praise the Lord. Hallelujah. അഞ്ചാമത്തെ കാര്യം, നമ്മളിത് ഏഴാമത്തെ കാര്യം പറയേണ്ട ഈ സെഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു 5 മിനിറ്റിനുള്ളിൽ. ഏഴാമത്തെ കാര്യം നമ്മൾ പറഞ്ഞാൽ, യേശുക്രിസ്തു നമ്മളെ സ്വീകരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ഉപകാരമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഏഴാമത്തെ കാര്യം, കർത്താവിന്റെ പ്രസൻസ് കിട്ടുന്നു, കർത്താവിന്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ദ പ്രസൻസ് ഓഫ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമുക്ക് കിട്ടുന്നത്. യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കർത്താവിന്റെ സാന്നിധ്യമാണ് കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യാണ്ട് ഉത്സാഹിപ്പിക്കുന്നത് ഞാൻ. എല്ലാവരും ഒരുമിച്ച് ഷെയർ ചെയ്യാണ്ട് ഉത്സാഹിപ്പിക്കുന്നു. Please share it in your Facebook and social media. If you are sharing this one, you are also doing the gospel work. നിങ്ങൾ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അനേകം ആൾക്കാരെ യേശുക്രിസ്തുവിന് വേണ്ടി അനേകം ആൾക്കാരെ നിങ്ങളും യേശുക്രിസ്തുവിന് വേണ്ടി നേടുകയാണ്. ഇതിൽ പറയുന്നത് വെച്ചാൽ ഏഴാമത്തെ കാര്യം പറയുന്നത് പ്രസൻസ്. അതാണ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന വഴിയായിട്ട് നമുക്ക് ദൈവ സാന്നിധ്യം കിട്ടുന്നു. We need his presence. അതാണ്. First Corinthians chapter 12:7. Praise the Lord. And book of Exodus chapter 33:15. Praise the Lord. Hallelujah. Ephesians chapter 5:18 and 19 and 20 and 20. I would like to read this one. Praise the Lord. Hallelujah. അതാണ് പറയുന്നത്. First Corinthians chapter 12:7 ഇത് പറയാണ്. 1 Corinthians ലേഖനം 12:7 പറയുന്നത്, but to each one is given the manifestation of the spirit to profit with it. എന്ന് പറഞ്ഞാൽ, എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനമായിട്ട് നൽകപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ബുക്ക് ഓഫ് എക്സോഡ് ചാപ്റ്റർ 33:15. അതാണ് പുറപ്പാട് പുസ്തകം 31:15 പറയുന്നത് വെച്ചാൽ, ആൻഡ് ഹി സെഡ് ടു ഹിം, മോശ പറയുവാണ്, if your presence go not with me, carry us not up hence. ഇത് പറയുവാണ്, അവനോട് തിരു സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ ഒന്നും പുറപ്പെടുവിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. അതാണ് യേശുവിന്റെ സാന്നിധ്യം ഉള്ള ആൾക്കാരെ നിങ്ങളെ തകർക്കാൻ പിശാചിന് പറ്റത്തില്ല. എത്ര ആയുധങ്ങൾ നിങ്ങൾക്കെതിരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എത്ര രാജ്യാരോപണം നിങ്ങൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ, എത്ര കോർട്ട് കേസുകൾ വന്നു കഴിഞ്ഞാലും, അഡ്വക്കേറ്റ് വഴിയായിട്ടും നിങ്ങൾ പൈസ കൊടുത്ത് സോളിസിറ്റർ വഴിയായിട്ട് വേറെ ആൾക്കാരെ നമുക്കറിയാം, വേറെ സൈഡിൽ കൂടെ പൈസ കൊടുത്ത് വ്യാജമായ ബലമായിട്ട് എഴുതിപ്പിച്ച് നിങ്ങൾക്കെതിരെ കള്ള കേസുകളും കള്ള പരാതികളും വ്യാജാരോപണങ്ങളും എവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവര് തകരുമല്ലാണ്ട് ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കൊന്നും പറ്റത്തില്ല. അത് വ്യക്തമായിട്ട് ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ അഭിഷേകത്താണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്കെതിരായിട്ട് വരത്തില്ല. ചട്ടങ്ങളാണ് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കൈയെഴുത്ത് മൊത്തം ക്രൂശിൽ വെച്ച് മായച്ച് അത് അവയുടെ അതിന്റെ മേൽ ജയം കൊണ്ടാടി ദൈവമാണ്. Colossians chapter 2:14 and 15. Praise the Lord. Hallelujah. അതുകൊണ്ട് തന്നെ നമുക്കെതിരായിട്ട് കൈയെഴുത്തുകളും എന്തൊക്കെ ഡോക്യുമെന്റുകൾ നമുക്കെതിരായിട്ട് നീങ്ങുന്നുണ്ടോ അതെല്ലാം കർത്താവ് ഓൾറെഡി മായച്ച് തകർത്ത് കളഞ്ഞു. Praise the Lord. Hallelujah. അതിനു വേണ്ടി കർത്താവ് പുതിയൊരു വഴി നമുക്ക് വേണ്ടി തുറന്നു കഴിയും. Praise the Lord. Hallelujah. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ ഓർത്തോ, നമുക്കെതിരെ വരുന്ന കോടതി വിധികളെ വ്യാജം കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് അതൊന്നും നമ്മൾ നോക്കാനായിട്ട് പോകത്തില്ല. നമുക്ക് വീണ്ടും കർത്താവ് ഒരു അവസരം തരും. നമുക്കൊരു കൊയ്ത്ത് കർത്താവുണ്ട്. നമ്മളെ കർത്താവ് സംരക്ഷിക്കും. കർത്താവ് നമ്മളെ ഉയർത്തും. അതാണ് നമ്മൾ കർത്താവ് പറഞ്ഞ്, ഒരു മഹാവീരനെ പോലെ കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മളോട് ഏറ്റുമുട്ടുന്നത് എട്ടറി വീഴും, നിന്നോട് ഏറ്റുമുട്ടുന്നത് എട്ടറി വീഴും, അവർ നിത്യ ലജ്ജ ധരിക്കുമെന്ന് ദൈവത്തിന് വിശുദ്ധാത്മാവ് പറയുന്നു.
അതുകൊണ്ട് തന്നെ സാഹചര്യം അടുത്ത് ബുദ്ധിമുട്ടരുത് പ്രിയമുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് 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 ഈ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട് ആരാ? അതുകൊണ്ട് തന്നെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നടക്കണം. ഇതാണ് പുറപ്പാട് ദിവസം 31 വാക്യം. എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സസ് 15 ബൈബിൾ സെയിങ്, പ്രൈസ് ദി ലോർഡ്, അവനോട് തിരു സാന്നിധ്യം എന്നോട് കൂടെ പോയിരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. അതാണ് പറഞ്ഞാല് ബുക്ക് ഓഫ് എഫീഷ്യൻ ചാപ്റ്റർ 5 വേഴ്സസ് 18 വീടിച്ചു മത്തരാകരുത്. ആത്മാവ് നിറഞ്ഞവരുമായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്വത്രം ചെയ്തുകൊണ്ടിരിക്കും. ഇതിലാണ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് and be not drunken with wine wherein is അതാണ് പറയുന്നത്. Just book of Ephesians chapter 5 verses 18 19 I would like to read book of New King James Version. Okay, book of Ephesians chapter book of Ephesians chapter 5 verses 18. Book of Ephesians 5 verses 18. ഇത് പറഞ്ഞു വെച്ചാൽ and do not be drunk with the wine in which is doing the wine, okay, but filled with the Spirit, speaking to one another. Praise the Lord. Hallelujah. അതാണ് കർത്താവിന്റെ വചനം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സ്തുതിക്കണം. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ഓർത്ത് നമ്മൾ താങ്ക്സ് ഗിവിംഗ് കൊടുക്കണം. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് കർത്താവിന് നമ്മൾ താങ്ക്സ് ഗിവിംഗ് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. We have to sing a new song from our heart. We have to sing a new melody from our heart. Praise the Lord. We have to write a new song for Jesus Christ. Praise the Lord. Hallelujah. In your past situation, whatever your past situation, whatever you are facing in your life, you have faced in your life, praise the Lord, you take one pen and paper and write it down, each and everything, praise the Lord, by your hand. Praise the Lord. What all the miracle you have received from the Lord, and read all the miracle and give a new song, the new song to Jesus Christ. You can sing a new song for God. Praise this, what our God is saying to each and every people. What kind of song that means? Okay, the song from our heart. That means you have to sing from our heart. Oh, this God is a good God. This God can able to deliver me from all my situation, whatever I'm facing in my life. This God can able to deliver me. Praise the Lord. Hallelujah. This God is a good God. This God is a mighty God. Each and every time we have to say from our heart the goodness of God. Pray for everybody. അതാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ മൊത്തം നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്ത് നമ്മൾ പറയാനായിട്ട് ദൈവത്തിന്റെ വിശുദ്ധന്മാർ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ കർത്താവിന് നമ്മൾ സ്തോത്രം ചെയ്ത് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, സ്തോത്ര യാഗത്തിൽ കർത്താവ് പ്രസാദിക്കും. അതാണ് അപ്പോസ്തലനായ പൗലോസും ശീലാസും നമുക്കറിയാം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 16, അതാണ് അപ്പോസ്തല പ്രവൃത്തി 16-24 വാക്യം. അവര് കാരാഗ്രഹത്തിലായിരുന്നു. കാരാഗ്രഹത്തിൽ കടന്നു കഴിഞ്ഞപ്പോൾ അവരെ കർത്താവിനെ പാടി സ്തുതിച്ചു. സ്തുതിപ്പിൽ കർത്താവിന്റെ ശക്തി വന്നു. ഇന്ന് എവിടെ തകർന്നിട്ടുണ്ടോ, എവിടെ ജീവിതം ഇല്ലാതായിട്ടുണ്ടോ, മെഡിക്കൽ സയൻസ് റിജക്ട് ചെയ്തോ, കർത്താവിനെ സ്തുതിക്കണം. മറ്റുള്ളവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് സ്തുതിക്കണം. അവരുമായിട്ട് നമ്മൾ നിരപ്പ് പ്രാപിച്ചിട്ട് സ്തുതിക്കണം. എങ്കിലേ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. പ്രൈസല്ലോ. അതുകൊണ്ട് തന്നെ സ്തുതിച്ച് നമ്മൾ കർത്താവിന് മാത്രം കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് വീണ്ടും നമ്മളെ പിടിച്ചുയർത്തും. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ്, നന്ദിയോടെ സ്തുതിക്കുന്ന ലാസ്റ്റ് 1 മണിക്കൂർ സമയം കർത്താവിന്റെ ഓർമ്മ കയറിയായിട്ട് കർത്താവ് നന്ദി പറയുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസത്തെ ഓർത്ത് കർത്താവ് ഞാൻ സ്തുതിക്കുന്ന കർത്താവ്. കർത്താവ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിന്റെ വചനം ഷെയർ ചെയ്ത് അനേക ആൾക്കാരെ കൊണ്ട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഷിത്തത്തമ്പല്ലാത്തരക്കനി ഷിത്തത്തമ്പല്ലാത്തിത്തപനക ശതത്തമ്പല്ലത്തി ചുഞ്ഞന്നമലത്ത ഷെക്കലത്താലത്തി ഷിത്തത്തപ്പത്തക്കലത്ത ശാന്തപദപു ഉച്ചക്കലത്തി പത്തക്കലത്ത ഷിന്തപല്ലത്ത ഷഗരാജി ചിച്ചച്ചബല്ലത്തി ചിന്തമത്തകലത്തകന കോത്തബല്ലത്ത ഷിന്തമ്പത്തരക്കനി. In the name of Jesus Christ, I sprinkle the blood of Jesus Christ right now to each one of you right now. യേശുവിന്റെ നാമത്തെ എനിക്ക് വളരെ വായിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും യേശുവിന്റെ രക്തം ഒഴിക്കുന്നു. ഹലദരകന ഷിതതബലത ചന്തമന ചിരകലത ചന്തതബലത ഹരഗരചിരതലതി പന്തപതകലതി ദഗനി. യേശുവിന്റെ രക്തം ഒഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. I sprinkle the blood of Jesus Christ right now. Every evil spirit attack, every demonic spirit attack which is preventing our destination, that prevented to reach our destination, in the name of Jesus Christ, I bind, I cast out right now. യേശുവിന്റെ നാമത്തിൽ എല്ലാ evil spirit, എല്ലാ പ്ലാനുകളും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത്
തകർത്ത് ദുരക്കളയും ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമുക്ക് ആരോഗ്യത്തെ തടസ്സപ്പെടുത്തുന്ന, ആരോഗ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ദുരാത്മ ശക്തിയെ, ദ സ്പിരിറ്റ് ഓഫ് സിക്നസ് യേശുവിന്റെ നാമത്തിൽ നിന്നെ ബന്ധിക്കുകയും പുറത്താക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. തകല ഇച്ചിങ് ആയിട്ടുള്ള ആൾക്കാരുടെ വാച്ച് ചെയ്യുന്നുണ്ട്, അണ്ടമാൻ ഇച്ചിങ് ഉള്ള ആൾക്കാർ യേശുവിന്റെ നാമത്തിൽ, ദ സ്പിരിറ്റ് ഓഫ് ഇച്ചിങ് യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ഫ്രം ദാറ്റ് ബോഡി റൈറ്റ് ആവും യേശുവിന്റെ നാമത്തിൽ. ഷന്തത്തബലതീതകനി ഷന്തല്ലകാരാതീതകനി ഓളയിൽ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തി ഓർത്ത് കർത്താവ് ഞാൻ സ്തുതിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രത്യേകിച്ച് രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭാവി ഓർത്ത് ബുദ്ധിമുട്ടുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഷിതത്ത് ഗലതീതകനി ഷിതത്ത് ഗലതീതകൻ ഫലക്കാരതീതകനി ഷിന്തത്ത ബലതീതകനി ഭാവി ഓർത്ത് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ നാളെ എങ്ങനെയാവും എന്നുള്ള കാര്യം ചിന്തിക്കുന്നത് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് വിസയോർത്ത് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കർത്താവ് പ്രാർത്ഥിക്കുന്നു. അസൈലം ഫിസിക്സ് അതേപോലെ തന്നെ റെഫ്യൂജികൾ അവർക്ക് വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യു കെയിലുള്ളവർക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കുന്നതിന് ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ഷന്തത്ത കല്ലതീതക്കൻ ഷിക്കല്ലതീതക്കൻ ഷന്തത്തക്കലോടെ വചിൽ തന്നെ ജോണിനെ സ്വതന്ത്രം ചെയ്യുന്നു, സജിമൽ ജോസിനെ സ്വതന്ത്രം ചെയ്യുന്നു, എസ് എം സോളമിനെ സ്വതന്ത്രം ചെയ്യുന്നു, ചന്ദൻ മാഷിനെ സ്വതന്ത്രം ചെയ്യുന്നു, ബ്രജിത്ത് ബെക്സി ദ ക്ലെയർ ഡാനിയൽ തോമസ് ബ്രജി ക്ലെയർ ആൻഡ് ബ്രയാൻ എല്ലാവർക്കും കർത്താവ് ഞാൻ സ്വതന്ത്രം ചെയ്യുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഷെയ്ത്ത് നേഷൻസ് മിനിസ്ട്രി കർത്താവ് ഞാൻ സ്വതന്ത്രം ചെയ്തു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഷെയ്ത്ത് മിനിസ്ട്രി കർത്താവ് സ്വതന്ത്രം ചെയ്തു. ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഇന്റർനെറ്റ് കണക്ഷനോട് സ്വാതന്ത്ര്യം ചെയ്യുന്നു, TBS നോർത്ത് സ്വാതന്ത്ര്യം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ ഈ വചനം പ്രസംഗിക്കാനുള്ള കൃപ എനിക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. ഇൻ ജീസസ് നെയിം, in Jesus' name I pray. Every evil spirit attack which is coming against my body and the spiritual level, the physical level, in the name, financial area, in the name of Jesus Christ, I bind, I cast out, and I got right. In Jesus' name I pray. Amen. God bless you. The grace of our Lord Jesus Christ, the love of God, the sweet fellowship with our Holy Spirit be with you all. Surely goodness and mercy will follow us all the days of our life. I will dwell in the house of the Lord forevermore. Amen. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളോട് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് ഏറ്റവും നല്ല മെസ്സേജ് ആയിരുന്നു, എല്ലാം ഷെയർ ചെയ്യണം. പക്ഷെ എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഏറ്റവും ഷെയർ ചെയ്തതിൽ ഏറ്റവും നല്ല പവർഫുൾ മെസ്സേജാണ്. നിങ്ങൾ ഷെയർ ചെയ്യണം. ഞാനൊരു മെസ്സേജ് കേൾക്കും. ദൈവത്തിന് പരിശുദ്ധാത്മാവിനുള്ള കൃപയാണ്. എല്ലാവരും ദൈവം എനിക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. എല്ലാവരും ആർക്കും നിങ്ങൾക്ക് നിങ്ങൾ പേഴ്സണായിട്ട് കോൺടാക്ട് ചെയ്യണം. മെസ്സേജ് വഴിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഡെലിവറൻസിന് വേണ്ടി പ്രത്യേകം 1-to-1 ഡെലിവറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഡെലിവറൻസ് വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാരും എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ഡെലിവറൻസിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ ഓൺലൈനിൽ വന്നിട്ട് തന്നെ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനായിട്ട് മെസ്സഞ്ചറിലും വാട്സാപ്പിലും മെസ്സേജ് അയക്കാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. God bless you.